ഒരു വർഷം അവൻ കണ്ടുപിടിക്കാൻ പറയും, കാറിൽ കണ്ടുപിടിക്കാൻ പറയും. കഴിഞ്ഞ ദിവസം സന്തോഷേട്ടന് തിയേറ്ററിൽ ഭയങ്കര തെറിവിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതെ, എന്നോട് ഞാൻ അവിടെ റിവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. നാരായണൻ്റെ 3 മക്കളെ ആൺമക്കളെ സിനിമയിൽ റിവ്യൂ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ തിയേറ്റർ ഓണറാണ് എനിക്കറിയില്ല, ലിൻഡു ആണ്. അയാൾ വന്നിട്ട് മീഡിയയോട് പറയുകയാണ്, ഇയാൾ ഡൈനോടാണ്, രണ്ടോട് മീഡിയക്കാരോട് പറയുകയാണ് ഈ ബ്രാൻഡിൻ്റെ റിവ്യൂ എടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ കേസ് പോകാം, മാനസ് കേസ് കൊടുക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചായല്ല, ഇതേപോലെ റിവ്യൂ തടസ്സപ്പെടുത്തുമോ അല്ലെങ്കിൽ കേട്ടായിരിക്കുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേസ് കൊടുക്കും, മാനസ് കേസ് കൊടുക്കും. ആ വീഡിയോ വന്നിട്ടില്ല, ആ വീഡിയോ മറ്റേ വീഡിയോ മുഴുവൻ കണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആളങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. വെറുതെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. വെറുതെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അണ്ണ റിവ്യൂ കൊടുക്കണമായിരുന്നു. റിവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ പുറകെ നിൽക്കണം, ആ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. ഉടനെ തന്നെ അവിടുത്തെ ആരാണെന്നറിയില്ല, അവിടുത്തെ മാനേജറാണോ ഓണറാണോ എന്ന് എനിക്കറിയില്ല. പുള്ളി വന്നിട്ട് തൊട്ടടുത്തുള്ളൊരു മീഡിയക്കാരോട് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രാന്തന്മാരുടെ വീഡിയോ എടുക്കരുതെന്ന്. ഈ പ്രാന്തനാണ് ആ വനിതാ വിനിത തിയേറ്റർ വലുതാക്കിയത്, അത്ര ആൾക്കാർ വന്നത്. പണ്ട് ഈ വനിതാ വിനിത തിയേറ്റർ എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ കൊച്ചിയിൽ ജനിച്ച് ഞങ്ങൾക്കറിയാം, മനസ്സിലായ? അത് റീച്ച് ആവാൻ കാരണം ഈ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഏത് സെലിബ്രിറ്റി ആണാണ് ഫേമസ് ആയത്? അവിടെ ഓരോ സെലിബ്രിറ്റി ഒരുപാട് വന്നിട്ട് പോകും. ഏറ്റവും കൂടുതൽ വന്ന വിനയ് ഫോർട്ടാണ്. ഏത് സെലിബ്രിറ്റിയുടെ പേര് ഫേമസ് ആയത്? ഒരു സെലിബ്രിറ്റി ഫേമസ് ആക്കിയിട്ടില്ല. സെലിബ്രിറ്റി വന്ന എന്തുകൊണ്ടാണ്? ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ അവിടെ ഓരോ കോപ്രായങ്ങളും എന്ത് കാണിച്ചിട്ടായാലും ഞാൻ ഒരു കോപ്രായം കാണിച്ചില്ല, പടം കാണും, റിവ്യൂ കാണും, വേറെ ഒന്നുമില്ല. ഓൺലൈൻ മീഡിയ വളരെ ഡൗൺ ആയി, അവർ അടിച്ചു കയറിയത് പോലും ഞാൻ വയർലെസ് ശേഷമാണ്. വരാറുണ്ട്, അത് ചെറിയ രീതിയിൽ നടക്കാറുള്ളൂ. ഹൃദയത്തിനല്ല ദർശനങ്ങൾ വന്നത്. പക്ഷെ അന്നൊന്നും ഒരു അയപ്പുമില്ല തിയേറ്ററിന്. ഈ തിയേറ്റർ റിവ്യൂ തിയേറ്ററിൽ ആദ്യം റിവ്യൂ പറഞ്ഞു തുടങ്ങിയത് ഞാനാണ്. ഈ വണ്ടർ ഫേമസ് ആയിട്ട് ഇതിലൂടെയാണ്. കോവിഡ് കഴിഞ്ഞ് ഭയങ്കര ഡൗൺ ആയി മീഡിയ. ആ സമയത്ത് അവർ പൊങ്ങിയത് എന്നിലൂടെയാണ്. ഞാൻ ആറാട്ടം പൊങ്ങിയപ്പോഴാണ് എല്ലാം കയറി വന്നത്. അവിടെ അണ്ണൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, അണ്ണനെ ഇടിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ നടന്നിട്ടുണ്ട് അവിടെ? അണ്ണന് ഇടി കൊണ്ടിട്ടാണ്. എന്നിട്ട് അണ്ണൻ വീണ്ടും വന്ന് അതത്ര പ്രശ്നമൊന്നും ആയൊന്നുമില്ല. ഇപ്പൊ തിയേറ്റർ ഭയങ്കരമായിട്ട് റീച്ചായി. സെലിബ്രിറ്റികൾ ഇപ്പോഴാണ് കൂടുതൽ വരാൻ തുടങ്ങിയത്. അണ്ണൻ കാരണം വിനയ് ഫോർട്ട് 3 അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസ് കൂടുതൽ വന്നിട്ടുള്ളൂ. അവരുടെ പേരും നല്ല അറിയപ്പെട്ടത്. അത് ജയിത്താൻ പറയുന്നത് വെറും മണ്ടത്തരമാണ്. അല്ല, ഞാൻ വെള്ളിയാഴ്ച മാത്രമേ പോകാറുള്ളൂ. ഞങ്ങൾ വരുന്നു, ഞാൻ വരുന്നു, പടം കാണുന്നു, റിവ്യൂ കൊടുക്കുന്നു, പോകുന്നു. വേറൊന്നും. ഞാനൊരു കാര്യം പറയാം, അവിടെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റർമാരും ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, ഒന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ, കാരണം ഞങ്ങള് പുതിയ ആൾക്കാരാണ്, ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. പറയട്ടെണ്ണ ഞങ്ങളൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. അപ്പൊ ഒരുപാട് ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റർമാരും പുതിയതായിട്ട് വന്ന നായകന്മാരും ഞങ്ങളുടെ അടുത്തൊന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒന്ന് കൂടെ നിർത്തി ഒന്ന് പരിചയപ്പെടുത്തണം, മീഡിയക്കാരോട് സംസാരിക്കണോട്ടാണ് അവർ ഞങ്ങളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, മമ്മൂട്ടി, മോഹൻലാല് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ടൊവിനോ തോമസ് പോലുള്ള ടയറിൽ നിൽക്കുന്ന ആളുകളുടെ സിനിമ നിങ്ങളില്ലെങ്കിലും ആളുകൾ അറിയുന്നുണ്ട് ഇല്ലേ? അപ്പൊ അവരുടെ ഓൺലൈൻ മീഡിയ വേണം. ഓൺലൈൻ മീഡിയ ഇല്ലാണ്ട് എന്ത് പോസ്റ്റിംഗോ ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ അവരുടെയൊക്കെ സിനിമകൾ ഇപ്പൊ നിങ്ങളില്ലെങ്കിൽ ആളുകൾ അറിയുന്നുണ്ടല്ലോ. അവരുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിരിക്കുന്നത് ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനെ തീരുമാനിക്കാൻ നിങ്ങൾ റിവ്യൂ പറയണോ പറയണ്ടേ? റൈറ്റ് അല്ലേ? ഞങ്ങൾ റിവ്യൂ പറയുന്നത് ഞങ്ങളുടെ റൈറ്റ് അല്ലേ? ഞങ്ങളുടെ അവകാശമല്ലേ? അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ആ സിനിമ പ്രൊഡ്യൂസറിന് തീരുമാനിക്കാം ആര് സിനിമയുടെ റിവ്യൂ പറയണം. അതായത് ആരാ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും കോർട്ടിൽ പോയി നിൽക്കില്ല. കാരണം റിവ്യൂ പറയാൻ ആർക്കും റൈറ്റ് ഉണ്ടോ? പക്ഷെ മീഡിയക്ക് എടുക്കാതിരിക്കാം. കാരണം നിങ്ങളുടെ വീഡിയോ എടുക്കുമ്പോ അവർ അങ്ങനെ വീഡിയോ പറയുന്നത് ശരിയല്ലല്ലോ. പണ്ട് തിലകനെ വിലക്കിയാണ്, വിലക്കെന്ന് പറയണില്ല അവർ ചെയ്യില്ല.
അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവില്ല. എന്ത് അത് മീഡിയ അത് കേൾക്കേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അവർക്ക് ഒരു മീഡിയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ താൻ പറഞ്ഞു ടോവിനോ തോമസ്, മോഹൻലാൽ, മമ്മൂട്ടി ഇവരുടെയൊക്കെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ പുതിയ താരങ്ങൾ എന്ത് ചെയ്യണോ? ഇപ്പൊ ഞങ്ങളെപ്പോലത്തെ ഞാനൊക്കെ കുറെ പടത്തിൽ അഭിനയിച്ച ആൾക്കാരാ. ഞങ്ങളത് ഒരുപാട് ആർക്കും അറിയാൻ പാടില്ല. ഓൺലൈൻ മീഡിയയിൽ വന്നപ്പോഴാണ് ഒരുപാട് പേര് ഞങ്ങളെ അറിയാൻ പെടുന്നത്. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ സിനിമകൾ അവരെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ് അതിന്റെ ഡയറക്ടേഴ്സും അതിന്റെ അതിൽ അഭിനയിച്ച ആക്ടർ വരെ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാണ്ട് മമ്മൂട്ടി, മോഹൻലാലും, ടോവിനോ തോമസും അവരുടെ പടം ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായ? പുതിയ താരങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും വളരട്ടോ. പഴയ ആൾക്കാർ തന്നെ വളർന്നാൽ മതിയാ. പുതിയതായിട്ട് ഞങ്ങൾ വന്ന ഞങ്ങളും അവരും വളരട്ടെ. അതാണ് വേണ്ടത്. ദുൽഖറിന്റെ പടച്ചട്ടിയുമായി വേഫർ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പടത്തന്നെ. അങ്ങനെ പറഞ്ഞു എമ്പുരാൻ വിളിച്ചാണ്. എമ്പുരാൻ്റെ കാര്യം എന്നാൽ അവർ വേഫർ പലപ്പോഴും വിളിക്കാറുണ്ട്. വലിയ ആൾക്കാരും വിളിക്കാറുണ്ട്. കാശ് പോലും ഓഫർ ഉണ്ട്. കാശ് വാങ്ങിച്ചിട്ട് ഞാൻ അതാ പറഞ്ഞ ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആരാണോ ആ പ്രൊഡ്യൂസർ തീരുമാനിക്കാൻ നിങ്ങൾ റിവ്യൂ പറയണോ? അത് ആ എല്ലാ തിയേറ്റർ ഓണേഴ്സിനും ഇവര് ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവില്ല. അതെങ്ങനെ എടുക്കാൻ പറ്റും? ഒരാളുടെ എടുക്കാൻ പാടില്ല. പടം നല്ലതാണ് ചീത്തയാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തീരുമാനിക്കും. മനസ്സിലായി? അത് പറയരുത് വേണ്ടെന്നുള്ളത് അവരല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് സെലിബ്രിറ്റീസ് ആണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫേസ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് അറിയാം. ഒരു തൊഴിലല്ലെങ്കിലും ഒരാളുടെ ചാൻസ് ലംഘിക്കുകയാണ് ശരിയായ പരിപാടിയാണ്. അത് മനസ്സിലായി. അതിന്റെ ലോജിക്ക് മനസ്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്രമുഖ നടി പറഞ്ഞു ഞങ്ങളവിടെ കോപ്രായം കാണിക്കണെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ പറഞ്ഞു. അവർക്ക് സങ്കടമാണെന്ന് പറഞ്ഞു. കോമാളിയും കോപ്രായം എല്ലാം ഒന്ന് തന്നെയല്ലേ? വലിയ വ്യത്യാസങ്ങളില്ലല്ലോ. എന്തുകൊണ്ട് അത് കാണിക്കുന്നു? ഈ പറയുന്ന പറയട്ടെ. ഈ പറയുന്ന നടിയാണെങ്കിൽ മറ്റേ സാബുവനാണെങ്കിൽ ഇതിനെക്കാട്ടുള്ള ക്രൂഷ്യൽ ഇഷ്യൂ സിനിമ ഫീൽഡ് നടക്കുന്നുണ്ട്. ഏമ കമ്മിറ്റി കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് റേപ്പ് എന്തൊക്കെ നടക്കുന്നത്. ഇങ്ങനെ സംഭവം പഞ്ചായത്ത് തിയേറ്റർ നടന്നിട്ടില്ലല്ലോ. പഞ്ചായത്ത് തിയേറ്ററിൽ പെണ്ണ് കേസ് ഒന്നും വന്നിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് സിനിമ ഫീൽഡ് നടക്കുന്നത്? അതിനെക്കുറിച്ച് ഇവർ സംസാരിക്കാത്ത. സാബുവിന് സംസാരിക്കുന്നില്ല. ഈ പറയുന്ന നടി സംസാരിക്കുന്നില്ല. ഇവരുടെ സിനിമ ഫീൽഡ് സേഫാണ്. സിനിമ ഫീൽഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ പുഷ്പ എന്ന് പറഞ്ഞ ആളല്ല എങ്ങനെയും ഒരു സിനിമയിൽ കയറാൻ വേണ്ടി വന്ന് എന്തോ കാണിച്ചിട്ട് എന്ന് പോകും. അത് ആരും ഉപദ്രവിക്കുന്നില്ല. ഈ സിനിമ ഫീൽഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവര് ഈ കേസിന് മറ്റു വരുന്ന ആൾക്കാരെ പിന്നെ പിറ്റേ ദിവസം മുന്നേ മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദീഖിന്റെ കൂടെ നടക്കുകയാണ്. അവർ പോയി ഇവരെ കൂടെ നടക്കുകയാണ്. ഇവരെന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് സിനിമ ഫീൽഡിൽ നടക്കുന്നത്? അത് ചെയ്യാതെ ഈ വല്ലമിന്റെ തിയേറ്റർ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്നാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആയിക്കോട്ടെ ഞങ്ങൾ എന്താ ചെയ്യുക? ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. അന്ന് സാബുമോൻ സാബുമോന്റെ കേസ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാ സാബുമോൻ ഈ ആറാട്ടങ്ങൾ പിടിക്കുന്നത്? ഇവിടെ വേറെ എത്രയോ സംഭവം നടക്കുന്നു സിനിമാ ഫീൽഡിൽ. അത് വെച്ചൊന്നും പറയുന്നില്ലല്ലോ. എന്തൊക്കെയാണ് പടം ഓടുമ്പോൾ ഞങ്ങളുടെ പേര് പറയില്ല. പടം മോശമാകുമ്പോൾ ഞങ്ങളുടെ പേര് പറയും. ഞങ്ങൾ എന്ത് റിവ്യൂ ഇവിടെ കോക്കിന്റെ റിവ്യൂ ആൾക്കാർ കാണുന്നില്ല. വലിയ കണ്ട റിവ്യൂ കോക്ക് അല്ലല്ല കോക്ക് കൊടുത്ത റിവ്യൂ പടം ഓടിയില്ല. കോക്ക് കാതൽ, കണ്ണൂർ സ്ക്വാഡ് എത്ര പടം നെഗറ്റീവ് കൊടുത്തു? അതിൽ ഓടിയല്ലോ. ഇവിടെ കോക്കാണ് ഏറ്റവും വലിയ റിവ്യൂ. എന്നെക്കാട്ടുള്ള ഏറ്റവും വലിയ റിവ്യൂ കോക്കാണ്. തിയേറ്റർ റിവ്യൂ ആണ്. കോക്കിന്റെ റിവ്യൂ എടുത്തുകൊണ്ട് എത്ര പടം ഓടിയിട്ടുണ്ട് പുള്ളി നെഗറ്റീവ് കൊടുത്തിട്ട്. അതെല്ലാം വെറുതെ മുടൻ തന്നെ. ഇവർക്ക് വേറൊന്നുമല്ല. ഇവർക്ക് സാമ്പത്തിക അച്ചടക്കമില്ല. പ്രൊഡ്യൂസിന് അറിയില്ല. വെറുതെ ഇവർ അങ്ങനെയാണ് ഇവർ ബ്ലാക്ക് മണി വെയിറ്റ് ആക്കുന്ന കാര്യവും മറ്റെല്ലാം പറയാം. പല കാര്യം പറയാം. ഇവർ മെയിൻലി പറയുന്ന ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ കൂടുതലാണ്. അത് പുറത്ത് പറയുന്നില്ല. ആരാണ് ഈ പറയുന്ന പ്രൊഡ്യൂസറിന്റെ മോള് ഉരുവാക്കിയുണ്ട്? അത് പറയുന്നില്ല. വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട്? ഇന്നാള് മാള പാർവതി മാഡം പറഞ്ഞല്ലോ ഇതൊന്നും ശരിയല്ല. ഇവര് വെറുതെ എക്സ്ക്യൂസ്. ഇവർക്ക് സാമ്പത്തിക അച്ചടക്കവും ഇല്ല. ഇവർ 3 കോടി പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് അവസാനം 30 കോടിയിലാവുകയാണ്. പ്ലാൻ ചെയ്യാതെ പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ആസിഫർ മോൾ ആൻഡി പേപ്പർ പുള്ളിയെല്ലാം ബഡ്ജറ്റ് വെച്ചാൽ അതേപോലെ നടക്കുന്നുണ്ട്. 3 കോടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടി നിൽക്കണം. ഇത് 30 കോടി ആവുന്ന അവരുടെ കുഴപ്പം കൊണ്ടാണ്. 3 കോടി പ്ലാൻ ചെയ്ത് 5 കോടി നിർത്തണം. ഇത് 30 കോടിയാണ് അവരുടെ അച്ചടക്കത്തിൽ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ്. അത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സിന് നെഗറ്റീവ് കൊടുത്ത ആളെ ഞാൻ പറഞ്ഞേക്കാം. മഞ്ഞുമൽ ബോയ്സിന് നെഗറ്റീവ് കൊടുത്ത ആളെ ഞാൻ പടം ഓടിയില്ലേ? എത്ര കോടി ഉണ്ടാക്കിയത്? നെഗറ്റീവ് കൊടുത്ത ആളാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് ബാന്ദ്ര ഇഷ്ടപ്പെട്ടു. ഫ്ലോപ്പായി ബാന്ദ്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഇവിടെ ആരും റിവ്യൂ എന്ന് പറയുന്നത് അഭിപ്രായമാണ് പറയുന്നത്. പോക്കുപോലെ അഭിപ്രായം പറയാം. റിവ്യൂ ചില പറയുന്നത് ജോയി മാറ്റി പോലെ വേൾഡ് സിനിമയിലെ കണ്ട് എല്ലാം കണ്ട അവരൊക്കെയാണ് റിവ്യൂവേഴ്സ്.
ഇവിടെ കോക്ക് പോലും പറയുന്നത് അഭിപ്രായമാണ്, റിവ്യൂ അല്ല. ഇത് ബാബത്തി എന്നോട് പറഞ്ഞാണ്, ഇതൊന്നും റിവ്യൂ അല്ല. ഞങ്ങൾ ചെയ്യുന്നതായിട്ട് എത്ര പെർസെൻറ്റ് സിനിമ ഫീൽഡ് നടക്കുന്നു. ഇവരെ നടിയൊന്നും നോക്കി ഇവർ ഈ സിനിമ അടിമ സിനിമ ഫീൽഡ് സേഫാണ്, എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെ കുറിച്ചൊന്നും പറയാതെ ഇത് ഈ പാവങ്ങൾ ഒരു പുഷ്പാണെന്നല്ല എങ്ങനെയും ഒരു റിവ്യൂ കൊടുത്ത് സിനിമയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ ഉപദേശിച്ച കാര്യമാണ്. എനിക്ക് ഞാൻ വേണ്ടിയല്ല, പിറകെ കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, ഇനിയിപ്പോൾ ഞാൻ പറയാം. സിനിമയിൽ ഇപ്പോൾ റിവ്യൂ പറയേണ്ട അവസരം കിട്ടുന്നതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 30ഓളം പടത്തിൽ ഞാൻ അഭിനയിച്ച്. ഇപ്പം ഞാൻ ഇറങ്ങാൻ നല്ലൊരു വേഷം ചെയ്ത് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തു, അത് ഇറക്കിയിട്ടില്ല പടം. അപ്പം ഞങ്ങൾ ഇത്തരം സിനിമകളിൽ അഭിനയിച്ചിട്ടും ഇപ്പം ദിലീപിൻ്റെ ലാസ്റ്റ് പടത്തിൽ പോലും അഭിനയിച്ചിട്ടും നമ്മളാരും തിരിച്ചറിയുന്നില്ല. മനസ്സിലായോ? ഇപ്പം എന്നെ പോലത്തെ ഉണ്ടല്ലേ ഫെയിമിൻ്റെ അല്ല, നമ്മളെപ്പോലത്തെ ആക്ടേഴ്സിനെ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊന്നും സിനിമയിലില്ല പിടിച്ച് കൈ ഉയർത്തി കയറ്റാനായിട്ട്. ജൂനിയറായിട്ട് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ ആരും നല്ലൊരു വേഷം തന്നുമില്ല. അതായത് നല്ല വേഷം ഉണ്ടെങ്കിൽ അവർ വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം സീരിയലിൽ നല്ലൊരു വേഷം 3-4 സീരിയലിൽ ഞാൻ ചെയ്തു, എന്നിട്ട് നമ്മൾ അറിയപ്പെട്ടില്ല. ഇപ്പം ഇതേപോലെ പറയട്ടെ, ഇതേപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് 10 പേര് തിരിച്ചറിയുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത എനിക്ക് പോലും 3 സിനിമ കിട്ടും. ബാഡ് ബോയ്സ്, ബസൂക്ക, വേറെ ഒരു താല്പര്യമില്ല. വേറെ ഏതെങ്കിലും ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ടോ സിനിമയില്ല? എന്നോട് സിനിമ ഫീൽഡിൽ ആൾക്കാർ പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരുപാട് സിനിമ എന്തുവാ അതിനകത്ത് അഭിനയിക്കാനും കൂടി പഠിക്കണം, അതും കൂടി മനസ്സിലാക്കുക. അല്ലാണ്ട് വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട് കിട്ടുന്നു, എന്തുകൊണ്ട് വിഷയം മാറില്ല, കിട്ടുന്നു. റിവ്യൂടെ ഫേമസ് ആയതുകൊണ്ടല്ലേ. വേറെ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടപ്പോൾ ആദ്യം നോക്കിയിട്ടില്ല. വേറെ സ്റ്റാർട്ട് ചെയ്യാനും വൈറലായിക്കാൻ സിനിമയിൽ കയറും. സിനിമയിൽ കയറി പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം എനിക്ക് പോലും 3 ഓഫർ കിട്ടും. ഇത് ചാൻസ് തന്നെയാണ്, സിനിമയിൽ കയറാൻ നല്ല ചാൻസാണ്. അങ്ങനെ എങ്ങനെയും റിസൾട്ട് പോട്ടെ വരിക. ഇവിടെ ക്ഷേമ കമ്മിറ്റിയിൽ എന്തൊക്കെ നടക്കുന്നത്? ഈ സ്ത്രീകൾ ഈ പറയുന്ന നടിയെ ഉൾപ്പെടെ ആരെങ്കിലും സേഫാണ്, നടിമാരെങ്കിലും സേഫാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? അതിനെ കുറിച്ച് പറയാതെ ഈ പാവങ്ങൾ കയറി അറ്റാക്ക് ചെയ്തിട്ട് കാണാം. പുഷ്പാണ് നല്ല കഴിവുള്ള ആളാണ്, അവൻ എന്നെ കാട്ടി സിനിമയിൽ കയറാൻ പോകുന്നത്. എന്തിനാണ് അവർ ഉപദ്രവിക്കുന്നത്? അന്നൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ കേസാണ് ഞാൻ ഒരു ഓപ്പറേറ്റ് കാണിച്ചിട്ടില്ല. വരുന്നു, പടം കാണുന്നു, റിവ്യൂ കൊടുക്കുന്നു, പോകും. ഇതൊന്നും നല്ല പ്രശ്നം. വേറെ എന്തൊക്കെ നടക്കുന്നു? ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ റിവ്യൂ ചെയ്തിട്ട് സിനിമയിൽ ചാൻസ് കിട്ടില്ലെന്ന് പറയില്ലേ? സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു ഫെയിമും കിട്ടാത്തവനാണ് ഞാൻ. ഇപ്പം ഇവിടെ വന്ന് കോപ്രായം കാണിച്ചുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇപ്പം എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടത്. ഇപ്പം 3-4 പ്രോഗ്രാം. എടോ സിനിമയിൽ പിടിച്ചു കയറ്റാൻ ആരെയും വേണ്ടേ? അല്ല, സിനിമയിൽ ഇവൻ ലാലേട്ടൻ പോലും പണ്ട് ഇത് കഥാപാത്രം എടുത്താൽ മതിയില്ലോ. അഭിനയം ഇത് പണ്ട് ഹോളിവുഡിൽ സംഭവം ഉണ്ടായിരുന്നു. തിയേറ്ററില അല്ല, ഹോളിവുഡിലെ പടം കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഇത് പരിപാടി ഉണ്ടാവും. അങ്ങനെ സംഭവം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഡ്രസ്സൊക്കെ കെട്ടിപ്പോണ ഇന്ന് അങ്ങനെ തുടങ്ങിയ കാര്യമൊന്നുമല്ല, പണ്ട് അമേരിക്കയിലുള്ള കാര്യമാണ്. ഇതുകൊണ്ട് ഇവർ ആരും ഒരു പെണ്ണ് കേസ് ഒന്നും ആരും ഒരു പെണ്ണിനെ പിടിക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്താ ഇതുകൊണ്ട് ഇവർക്ക് പ്രശ്നം? ഇവിടെ ഓരോ ആൾക്കാർ എന്തൊക്കെയും കാണിച്ചു കൊണ്ടിരിക്കും. എത്ര കേസ് വന്നുകൊണ്ട് എന്നിട്ട് അവർ കൂടെ നടക്കുകയാണ്. മമ്മൂട്ടി മോല കൂടെ നടക്കുക. ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ, ഈ കോപ്രായം മാത്രം കാണിക്കണില്ല. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പോയി പഠിച്ചിറങ്ങിയതാ, സർട്ടിഫിക്കറ്റ് അറിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ നടന്മാരുടെ ക്ലാസ് എന്നും പറഞ്ഞ് ഇവന്മാർ 5000 4000 വെച്ച് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ തെളിവ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ സിനിമയിൽ പഠിച്ചിറങ്ങിയിട്ട് നമുക്ക് നല്ല വേഷം തരാമെന്ന് പറയുന്നിട്ട് അവരുടെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് അവർ സിനിമ തുടങ്ങുമ്പോൾ എന്നെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ അവർ മാറിക്കളയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് പഠിച്ചിറങ്ങി കുറേ കാശ് അതിൽ പോയി. അപ്പോൾ കുറേ സിനിമ നടന്മാരുടെ ഡ്രൈവറായിട്ട് ഞാൻ പോയി. എന്നെ കാണുമ്പോൾ പലർക്കും അറിയാം. അവർ സിനിമ തുടങ്ങുമ്പോഴും നമ്മളെ കാണുമ്പോൾ മാറിക്കളയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? അവർ പറയണ സിനിമാക്കാരെ തന്നെ പല ജോലിക്കും ഞാൻ പോയി. പക്ഷെ ഇത്ര പരിചയം നമുക്ക് മിക്ക സിനിമാക്കാർക്കും പല ഡയറക്ടേഴ്സിനും എന്നെ അറിയാം. പക്ഷെ അവർ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ വിളിക്കുന്നില്ല. ഇപ്പം ഞാൻ ഫെയിം ആയി കഴിഞ്ഞപ്പോൾ, അതായത് കോപ്രായം കാണിച്ചെന്ന് തന്നെ പറയാം, കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഓരോരുത്തർ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങി. കാര്യം എന്തുകൊണ്ട് അവസരത്തിൽ ഇപ്പോൾ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് ആൾക്കാർക്ക് വേണ്ടത് കോപ്രായവും അത് നമ്മളവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കാണിക്കുന്നത് ഓരോ സിനിമയുടെ ഡയറക്ടേഴ്സ് പുതിയതായിട്ട് വരുന്നവർ നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. എടാ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്ത്, നിങ്ങളെ കൂടെ നിർത്തി നിങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോ ഞാൻ പറയുമ്പോ പറയട്ടെ, കാര്യം പറയട്ടെ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ കാര്യം പറയട്ടെണ്ണ. അപ്പൊ ഈ കോപ്രായം കാണിക്കുന്ന ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, ഈ കോപ്രായം കാണിപ്പിക്കുന്ന ആരാ? ഇതിന്റെ പുതിയതായിട്ട് വരുന്ന സിനിമയിലേക്ക് വരുന്ന ആൾക്കാരെ ഞങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ആര്? അത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പൊ അറിയട്ടെ, ആൾക്കാർ അറിയട്ടെ. കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഇപ്പൊ അണ്ണനെ ഇപ്പൊ അടിച്ചു പുറത്താക്കി, ഇന്ന് അണ്ണനെ പുറത്താക്കി, നാളെ എന്നെ പുറത്താക്കൂലെന്ന് എന്താ ഉറപ്പ്? അപ്പൊ ഇത് അറിയണം, നാട്ടുകാരെ അറിയണം. ഞങ്ങൾ കോപ്രായം കാണിക്കുന്നത് പുതിയതായിട്ട് വന്ന സിനിമാക്കാര് ഞങ്ങളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ടാണ്. ഫോട്ടോ പോലും ഡാൻസ് കളിപ്പിച്ചു.
ഒരിക്കൽ വിനയ് ഫോർട്ട് പോലും പിന്നെ എന്ത് ടൈമിൽ താങ്കൾ തീരുമാനിച്ചാവുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്ക് സാക്ഷിയുണ്ട്, ഇയാള് കേട്ടറാ എന്നെ ഭ്രാന്തനെ വിളിച്ച് അത് ഞാൻ കേട്ടതാ, കേട്ട കാര്യം പറയാലോ. അത് വെച്ച് അതിന്റെ തല പോയാലും ഞാൻ പറയും അണ്ണനാ ഭ്രാന്തൻ വിളിച്ചത് ഞാൻ കേട്ടതാ. അത് വെച്ച് വെറും ഭ്രാന്തനല്ല, എന്താണ് വേറെ എന്താണ് പറഞ്ഞു ഞാൻ കേട്ടതാ. അപ്പൊ അണ്ണനെ ഒരിക്കലും ഭ്രാന്തെന്ന് വിളിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ പുള്ളി ഒരു കേസ് കൊടുത്തതിന് പണിയാ. ഭ്രാന്തില്ലാത്തവനുള്ള ഭ്രാന്തൻ എനിക്കാണെങ്കിൽ കേസ് കൊടുക്കാം സാക്ഷിയിൽ ഈ ഭ്രാന്തനെ വിളിച്ചത്. പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളെ ഏതെങ്കിലും ഉപദ്രവിച്ചാൽ, അതായത് തിയേറ്ററിൽ കയറ്റാതിരിക്കുകയോ ഞങ്ങളെ പുറത്താക്കുകയോ റിവ്യൂ കൊടുക്കാൻ പാടില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ആ കേസ് കൊടുക്കുന്നു.